ബിസ്മിയും അന്തും സലാത്തിന്നൽ സലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ മുസ്തഫ മുസദ്ദിഖും ഇവർ റഫീദയും മുഫീദയും. മലപ്പുറം മൂന്നിയൂരിൽ നിന്നുള്ള ഇവർ പിറന്നു വീണതു തന്നെ കാഴ്ച ഇരുളടഞ്ഞുകൊണ്ടായിരുന്നു. ജന്മം നൽകി മണിക്കൂറുകൾക്കകം മാതാവായ ആരിഫയെ മരണം തട്ടിക്കൊണ്ടുപോയി. ആരിഫ് ബാക്കിവെച്ച ഈ ഇരട്ട ജന്മങ്ങൾ ഇന്ന് മഅദിൻ അന്ധവിദ്യാലയത്തിലെ അന്തേവാസികളാണ്. 2002 ബ്ലൈൻഡ് സ്കൂൾ ആരംഭിച്ചപ്പോൾ റഫീദയുടെയും മുഫീദയുടേതുമായിരുന്നു ആദ്യ അഡ്മിഷൻ. ഇവരെപ്പോലെ കാഴ്ചശക്തിയില്ലാത്ത അനേകം കുട്ടികൾ ഇപ്പോൾ മഅദിൻ അന്ധവിദ്യാലയത്തിലുണ്ട്. കാഴ്ചയുടെ വെളിച്ചം അന്യമായ ഇവർക്ക് ജീവിത വെളിച്ചം പകർന്നു നൽകുകയാണ് മഅദിൻ. അകക്കാഴ്ചയുള്ള ഈ ബാല്യങ്ങൾക്ക് വിദ്യ അഭ്യസിക്കുന്നതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും മഅദിൻ ക്യാമ്പസിലുണ്ട്. കണക്കും കളിയും പാട്ടുമായി സഹപാഠികൾക്കൊത്ത് ഇവർ ഇരുളിന്റെ മറകളെ മറക്കുന്നു. കണ്ണിലെ വെളിച്ചമന്യമെങ്കിലും ആരോടും പരാതിയും പരിഭവവുമില്ലാതെ സഹപാഠികൾക്കും തങ്ങളുടെ ചുറ്റുമുള്ളവർക്കും നിഷ്കളങ്കമായ സ്നേഹം പകർന്നു ചിരിക്കാൻ ഇവർക്ക് കഴിയും. അന്ധവിദ്യാർത്ഥികൾക്ക് വേണ്ട ചികിത്സയും താമസ ഭക്ഷണ സൌകര്യങ്ങളും മഅദിൻ ഒരുക്കിയിട്ടുണ്ട്. 4-5 വയസ്സായപ്പോൾ ഇങ്ങളെ പഠിപ്പിച്ച എന്ത് മാർഗം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഇങ്ങനത്തെ ഒരു കുട്ടിക്ക് വേണ്ടിയൊരു സ്ഥാപനം ഇവിടെ തുടങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ ഞാൻ ഇവിടെ കൊടുത്ത് ചേർത്തി. അതോടുകൂടി ഞാൻ വളരെ അധികം സന്തോഷത്തിലാണ്. ഇപ്പോൾ മറ്റുങ്ങൾ വളരെയധികം ഉഷാറായിട്ട് പഠിച്ച് ഖുർആൻ ഓതാൻ പഠിച്ച് യാസീൻ ഓതും. അതേമാതിരി മൊയ്തീമാല നബീസത്തുമാല ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഇവിടുന്ന് പഠിച്ച് വളരെ റായത്താണ് ഇപ്പോൾ എനിക്കുള്ളത്. ഖലീൽ ബുഖാരി തങ്ങളുടെ ആ അകമൊഴിഞ്ഞ ആത്മാർത്ഥത കൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത് കൊണ്ട് നമുക്കുള്ളൊരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ മതപരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നുള്ളതിന് അത് തന്നെയാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അത് തന്നെ കൂടുതലായിട്ട് ഹിഫ്ളാണ് നമ്മൾ ഖുർആൻ പഠിപ്പിക്കുക. ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഒരു ജുസുവോളം ഏതാണ്ട് ഹിഫ്ളായിട്ടുണ്ട്. സംസാരശേഷിയും കേൾവിശക്തിയുമില്ലാത്ത ഈ പിഞ്ചു പൈതങ്ങളുടെ അറിവുകൾക്കും വിചാരങ്ങൾക്കും കൂട്ടായുള്ളത് അപസ്വരങ്ങളുടെ ഈ ഭാഷ മാത്രം. ആംഗ്യങ്ങൾക്കും അടയാളങ്ങൾക്കുമൊപ്പമുള്ള ഈ ജീവിതങ്ങൾ ആരെയാണ് വേദനിപ്പിക്കാത്തത്? ബദിര വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് താങ്ങും തണലുമായി എപ്പോഴും മഅദിൻ ഭാരവാഹികളുണ്ട്. സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവുകൾ കമ്മിറ്റിയാണ് വഹിക്കുന്നത്. ഇവരുടെ വൈകല്യങ്ങൾ മാറ്റാനുള്ള ചികിത്സയും സഹായങ്ങളും മഅദിൻ ചെയ്തു കൊടുക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ ശാരീരിക വൈകല്യങ്ങളെ അതിജയിക്കാൻ വേണ്ട ജ്ഞാനബലം ഇവർക്ക് പകർന്നുകൊടുക്കുന്നു. വാക്കുകളുടെ ശബ്ദലോകത്തോടൊപ്പമെത്താനുള്ള ഈ നിസ്സഹായരുടെ വിഫല ശ്രമങ്ങൾ നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കുന്നില്ലേ? ബദിരരെങ്കിലും ഇവർക്ക് പങ്കുവയ്ക്കാൻ നിറമുള്ള സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്.
ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ജീവിത പ്രതീക്ഷയിലേക്കുള്ള ഒരു കിളിവാതിലാണ് മാദിൻ. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഹോസ്റ്റലിൽ പരമാവധി സൌകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ബദ്ധശ്രദ്ധരാണ് മാദിൻ ഭാരവാഹികൾ. വിവേകത്തിന്റെയും ബുദ്ധിയുടെയും അപ്പുറമുള്ള ലോകം ദൈന്യതയുടേതാണ്. പലപ്പോഴും ശാപവാക്കുകൾ ഏറ്റുവാങ്ങുന്നവരാണ് ബുദ്ധിമാന്ദ്യമുള്ളവർ. ഇത്തരത്തിലുള്ള കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ സേവന മനസ്സോടെ മാദിൻ മുന്നോട്ട് വരികയായിരുന്നു. ബുദ്ധിമാന്ദ്യമുള്ളവർക്കായി ആരംഭിച്ച സ്പെഷ്യൽ സ്കൂളിലേക്ക് അഡ്മിഷൻ തേടിയെത്തുന്നവരെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള സൌകര്യങ്ങൾ ഇപ്പോൾ മാദിൻ ക്യാമ്പസിലില്ല. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിമാന്ദ്യ പരിചരണ കേന്ദ്രം ഇന്ന് അനേകം കുടുംബങ്ങളുടെ ആശ്വാസമാണ്. ഈ മാദിൻ സ്കൂൾ വന്നിട്ട് ശേഷമാണ് ഇപ്പൊ അവനെ പേരെഴുതും, അക്കങ്ങളെഴുതും, ടീച്ചർമാർ പറയുന്ന വാക്കുകളൊക്കെ കേട്ടെഴുതും. ഇവിടെ വന്നതിന് ശേഷമാണ് എന്റെ മനസ്സായ എനിക്ക് വളരെ സന്തോഷം വന്നത്. മികച്ച പരിശീലനം നേടിയ അധ്യാപകരുടെ ശിക്ഷണത്തിൽ വളരുന്ന കുട്ടികൾ പതുക്കെ പതുക്കെ ബോധലോകത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഇതെന്റെ മോനാണ്, മുഹമ്മദ് ഷാഫിയാണ്. 1.5 വയസ്സ് മുതലാണ് ഇത് കാണാൻ തുടങ്ങിയത്. അതിന്റെ ദിവസം ഇവിടെ കൊണ്ടുവന്ന് ഉയർത്തിയതിന്റെ ദിവസം കുറെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം സ്ഥിതിക്ക് ചോറൊക്കെ തിന്നു, സ്വന്തം നിന്നു, പിന്നെ എല്ലാം പ്രവർത്തി ചെയ്യുന്നുണ്ട്. മാനസിക വൈകല്യമുള്ളവരെ മുഖ്യധാരയിൽ നിന്ന് പിറകോട്ട് വലിക്കുകയും അധികപ്പറ്റുകളായി കരുതുകയും ചെയ്യുന്ന പ്രവണതയ്ക്കുള്ള ഒരു തിരുത്താണ് ഈ സ്ഥാപനം. നിസ്സഹായരും വിവേചനശേഷിയില്ലാത്തവരുമായ ഇവർക്ക് കൈത്തൊഴിലുകളും മറ്റും പരിശീലിപ്പിക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. ഈ ക്യാമ്പസിൽ ഇവർ അംഗീകാരത്തിന്റെയും അനുഭൂതിയുടെയും പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. വിവേകലോകത്ത് വന്നിട്ടില്ലാത്ത കുഞ്ഞുങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കാതെ അവരുടെ ജീവിതത്തിൽ ചിരിയും നിറവും കോരിയിടുന്ന ഈ യജ്ഞത്തിൽ പങ്കാളികളാവാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. ഈ കുട്ടികൾ ഏതെങ്കിലും ഒരു കുടുംബത്തിലുണ്ട് എങ്കിൽ ആ കുടുംബത്തിലെ ഉമ്മായുടെ അവസ്ഥ എന്താണ്? 1.5 മണിക്കൂർ ആ ഉപ്പയും ഉമ്മയും ആ കുട്ടിയെ കൊണ്ട് വിഷമിക്കുന്ന വിഷമങ്ങളൊന്ന് അനുസ്മരിക്കുക എങ്കിൽ ഈ കുട്ടികളെല്ലാം സംരക്ഷിക്കാൻ എത്രമാത്രം പാടുപെടുന്നുണ്ടായിരിക്കും. മറ്റു സ്ഥാപനങ്ങളെപ്പോലെ 50 കുട്ടികൾക്കൊരു ടീച്ചർ മതിയാകുന്നില്ല, ഒരു വാർഡനെ കൊണ്ട് മതിയാകുന്നില്ല. 5 കുട്ടികൾക്ക് ഒരു ടീച്ചർ വേണം, 5 കുട്ടികൾക്ക് ഒരായ വേണം. വലിയ മെഡിക്കൽ ചെലവാണ്. പക്ഷേ ഞങ്ങൾക്ക് സാമ്പത്തികമായി സർക്കാരുകളിൽ നിന്നോ മറ്റ് സംഘടനകളിൽ നിന്നോ ഒന്നും ഇന്നേ വരെ ലഭിച്ചിട്ടില്ലെങ്കിലും കുട്ടികളിൽ നിന്നും ഒരു രൂപ പോലും ഫീസ് ഈടാക്കാതെയാണെങ്കിലും അൽഹംദുലില്ലാഹ് ജനമനസ്സുകളിൽ ഈ കുട്ടികളുടെ സ്നേഹമാണ്, ഈ കുട്ടികൾക്കുള്ള സഹായ ഹസ്തമാണ് ഞങ്ങളുടെ വലിയ സമ്പാദ്യങ്ങൾ. വിദേശത്തുമുള്ള കണ്ടിട്ട് പോലുമില്ലാത്ത ധാരാളം ആളുകൾ ഈ സ്ഥാപനത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഞങ്ങൾക്ക് നൽകാനുള്ള നന്ദി വാക്കുകളിൽ ഒതുക്കാതെ പ്രാർത്ഥനകളിൽ ഏത് മേഖലകളിലും ഏത് സമയങ്ങളിലും നിങ്ങളെ ഞങ്ങൾ എന്നും സ്മരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഇഹപര വിജയത്തിന് വേണ്ടി, നിങ്ങളുടെ ജീവിതങ്ങളിലുള്ള പുരോഗതികൾക്ക് വേണ്ടി, കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥനയിൽ സ്മരിച്ചുകൊണ്ടിരിക്കുമെന്ന് നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. വിജ്ഞാന സേവനങ്ങളുടെ ഈ വിശുദ്ധ ഗേഹം ഇനിയും വളരണം. ഈ ജൈത്രയാത്രയുടെ ഭാഗമാകാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. മാദിൻ കാമ്പസിലെ കാരുണ്യ സ്ഥാപനങ്ങളിലെ ഒരു വിദ്യാർത്ഥിയെ 1 വർഷത്തേക്ക് ദത്തെടുക്കുന്നതിന് 13,142 രൂപയാണ് വേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക
പബ്ലിക് റിലേഷൻസ് ഡിവിഷൻ, സൊലാത്ത് നഗർ, മലപ്പുറം. ഫോൺ 0483-273-8343, 273-7076. ഫാക്സ് 0483-273-1145. വെബ്സൈറ്റ് www.mahadinonline.org. جميع أذية واصرف مكائد العداوة.